MSC Elsa 3 എന്ന കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണ ലൊക്കേഷന്റെ അടിസ്ഥാനത്തിൽ കണ്ടെയ്നറുകളുടെ ഒഴുക്ക് എങ്ങനെയാകും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അത് സംബന്ധിച്ച മാപ്പ് കൂടി നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ തന്നെ നിലവിൽ ഈ കണ്ടെയ്നറിലെ പലയിടത്തും അടിഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രധാനമായിട്ടും കൊല്ലത്തിനും ആലപ്പുഴയ്ക്ക് ഇടയിലാണ്. അപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുക, വിഴിഞ്ഞത്തു നിന്നാണ് ഈ കപ്പൽ അന്ന് യാത്ര പുറപ്പെട്ടത്. കൊച്ചിയിലേക്കായിരുന്നു ഇതിൻ്റെ യാത്ര. അന്ന് 4:30 കൊച്ചിയിൽ എത്തുന്നതിൻ്റെ മുന്നോടിയായി ഏകദേശം ഉച്ചയ്ക്കാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. കപ്പൽ ഇപ്പോൾ എവിടെയാണ് എന്നതാണ് ഈ മാപ്പിൽ വ്യക്തമായത്. അതായത് കൊല്ലത്ത് നിന്ന് വളരെ കൃത്യമായ അകലത്തിലാണ് കപ്പൽ സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി തീരത്തിനടുത്ത് വെച്ച് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുകയായിരുന്നു. പിന്നീട് കപ്പൽ തന്നെ മുങ്ങിപ്പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. നിലവിൽ കപ്പലുള്ളത് ആലപ്പുഴ തീരത്തിന് അടുത്താണ്. അതായത് ആലപ്പുഴയ്ക്കും കൊല്ലത്തിനും അതുകൊണ്ടാണ് ആലപ്പുഴയിൽ നിന്നൊക്കെയാണ് രക്ഷാപ്രവർത്തനത്തിന് സംവിധാനങ്ങളൊക്കെ പോയത്. ആ മേഖലയിൽ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ആ ഭാഗത്തേക്ക്, ആലപ്പുഴയ്ക്കും കൊല്ലത്തിനും ഇടയിലുള്ള ഭാഗത്തേക്ക് ഇപ്പോൾ കണ്ടെയ്നറുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 96 മണിക്കൂറിനകം ഈ കണ്ടെയ്നറുകളൊക്കെ തീരത്തേക്ക് എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൊച്ചി ആലപ്പുഴ തീരത്താണ് കൂടുതൽ കണ്ടെയ്നറുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കൊല്ലം വരെ എത്തിയിരിക്കുന്നു. നല്ല പ്രക്ഷുബ്ധമായ കടലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 96 മണിക്കൂറിനിടയിൽ കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടിയാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും കൊച്ചിക്ക് അപ്പുറത്തേക്കുള്ള അല്ലെങ്കിൽ കൂടുതൽ വടക്കോട്ടുള്ള തീരപ്രദേശത്തേക്ക് ഈ കണ്ടെയ്നറുകൾ എത്താനുള്ള സാധ്യത വളരെ ഒരു 10% മാത്രമേ ഉള്ളൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് നൽകിയ വിവരമനുസരിച്ചാണ് നമ്മൾ ഈ മാപ്പിൻ്റെ സഹായത്തോടെ ഈ കാര്യങ്ങൾ പറഞ്ഞത്.